നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 2022 പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കടബാധ്യതയുള്ള 5 സംസ്ഥാനങ്ങളിൽ ഒന്ന് പറയുന്നത് കേരളമാണ്. കേരളത്തിന് ഇപ്പോഴത്തെ സ്ഥിതി വരവ് ചിലവ് കണക്ക് പരിശോധിക്കുമ്പോഴാണ് ഇത്രയധികം കടബാധ്യതയിലേക്ക് എത്തിച്ചേരുന്നത്. ഇതനുസരിച്ചുകൊണ്ട് ഇത് മനസ്സിലാക്കി തന്നെയാണ് കടമെടുപ്പ് പരിധിയും മറ്റുമൊക്കെ തീരുമാനിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക അവസ്ഥയെ കാണിക്കുന്ന സൂചകങ്ങളെന്ന് പറയുന്നത് കടം, GDP അനുപാതം, റവന്യൂ കമ്മി, ധനക്കമ്മി എന്നിവ വളരെ മോശമായി മുന്നോട്ട് പോകുന്ന ഒരു സാധ്യതയാണ്. 2022-23 കാലയളവിലാണ് ഇത് വളരെ മോശകരമായ രീതിയിലേക്ക് പോയത്. കടമെന്ന് പറയുന്നത് 39% മാറുകയും ചെയ്തു. ഇതേ കാലയളവിൽ GSTയിലൂടെ സംസ്ഥാനം പ്രതീക്ഷിച്ചതിൻ്റെ 63% മാത്രമേ വരുമാനം നേടിയെടുത്തിട്ടുള്ളൂ. ഇതൊക്കെ തന്നെ വലിയ ഗുരുതര പ്രതിസന്ധിയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതോടൊപ്പം സ്റ്റാമ്പ് ഡ്യൂട്ടി, വിൽപ്പന നികുതി, എക്സൈസ് ഡ്യൂട്ടി എന്നിവയിൽ ഉൾപ്പെടെയുള്ള വരുമാനം കാര്യമായി തന്നെ കുറഞ്ഞിരിക്കുന്നു. അത് വർദ്ധിപ്പിക്കാനായി കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ തന്നെ ധനസ്ഥിതിയെ വളരെ പ്രതികൂലമായി ബാധിച്ചു എന്നുള്ളത് സത്യമാണ്. അപ്പോഴാണ് കിഫ്ബിയും കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡും വഴിയുള്ള കടമെടുപ്പ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് നീങ്ങുന്നത്. ഇത് രണ്ടിൽ നിന്നും കടമെടുത്ത് മറ്റ് ക്ഷേമ പെൻഷനും ശമ്പളവും ഒക്കെ തന്നെ കൊടുത്തു തീർത്താണ് തട്ടിയും മുട്ടിയും ഒക്കെ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇത് ബഡ്ജറ്റിന് പുറത്തുള്ള കടമെടുപ്പാണ് എന്നാണ് സംസ്ഥാന സർക്കാർ വാദിച്ചത്. പക്ഷേ ഇതങ്ങനെയല്ല. സർക്കാരിൻ്റെ ബാധ്യത കൂട്ടുന്നു എന്ന് തന്നെയാണ് CAG റിപ്പോർട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വന്നതിലൂടെ മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ആഭ്യന്തര വരുമാനത്തിൻ്റെ 3% മാത്രമാണ് സംസ്ഥാന സർക്കാരിന് കടമെടുക്കാൻ കഴിയുന്നത്. സർക്കാരിൻ്റെ വരുമാനവും കടമെടുക്കുന്ന തുകയും കൊണ്ട് ഭരണ ചെലവുകൾക്കും അത്യാവശ്യ വികസന പ്രവർത്തനങ്ങളും മാത്രമേ നടപ്പിലാക്കി മുന്നോട്ട് പോകാനായി കഴിയൂ. ഈ സാഹചര്യത്തിലാണ് ബജറ്റിന് പുറത്തെ കടമെടുപ്പിന് ഒന്നാം പിണറായി സർക്കാർ കിഫ്ബിയെ കൊണ്ടുവന്നത്, അവതരിപ്പിച്ചത്. കിഫ്ബിയിലൂടെ പല രീതിയിൽ കടമെടുത്ത് മുന്നോട്ട് പോകാമെന്നുള്ള ഒരു തന്ത്രം അത് മെനയുകയായിരുന്നു. അന്നത്തെ ധനമന്ത്രിയായ തോമസ് ഐസക്കിൻ്റെ ബുദ്ധി തന്നെയാണ് എന്നുള്ള കാര്യം സംശയം ഏതു തന്നെയില്ലാതെ പറയാവുന്ന ഒരു വിഷയമാണ്. എന്നാൽ കിഫ്ബിയുടെ കടങ്ങളെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ കടമായി കണക്കാക്കാനായി ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. അപ്പോഴാണ് ഗുരുതരമായൊരു പ്രതിസന്ധിയിലേക്ക് രണ്ടാം പിണറായി സർക്കാർ കൂപ്പുകുത്തി വീണിരിക്കുന്നതും സംസ്ഥാന സർക്കാർ ഇപ്പോൾ പ്രതിസന്ധിയിൽ ഉഴലുന്നത്. കേന്ദ്രത്തിനടുത്ത് പോയി സമരം ചെയ്യേണ്ട ഒരു സാധ്യത. ജന്തർ മന്ദറിലൊക്കെ പ്രതിഷേധം സംഘടിപ്പിച്ചത് നമ്മൾ ഏവരും കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇങ്ങനെയൊരു റിപ്പോർട്ട് പുറത്തു വന്നത് വളരെ തിരിച്ചടിയായി തന്നെ സംസ്ഥാനത്തെ ബാധിക്കുന്നത്. കിഫ്ബി വായ്പകളെന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റ് കടമെടുക്കലല്ലെന്നും അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഏജൻസി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മാത്രമാണ് കടമെടുപ്പ് നടത്തുന്നതെന്നുമായിരുന്നു സർക്കാർ നൽകിയ വിശദീകരണം. കിഫ്ബിക്ക് സ്വന്തമായി വരുമാനമില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അത് ഏവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് എല്ലാ വർഷവും സർക്കാർ ബജറ്റിലൂടെ സ്വന്തം വരുമാനം മാറ്റി കിഫ്ബിയിലൂടെ ഒരു കടബാധ്യത തീർക്കുന്നത് കൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ വിശദീകരണം സ്വീകാര്യമല്ല എന്നുള്ള കാര്യം CAG നിയമസഭയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു. അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ബജറ്റിന് പുറത്ത് വായ്പയെടുക്കുന്നു. കിഫ്ബിയുടെയും കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിൻ്റെയും ബജറ്റിന് പുറത്തുള്ള കടം വാങ്ങൽ ബജറ്റിൽ വെളിപ്പെടുത്തിയിട്ടില്ല. കിഫ്ബി കടം വാങ്ങിയ തുകയുടെ കുടിശ്ശിക 13,066 കോടി രൂപയും കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിൻ്റേതാകട്ടെ ഇതിനടുത്ത് തന്നെ ഏകദേശം 11,206 കോടി രൂപയുമാണ്. ഇങ്ങനെ രണ്ടു കൂടി ചേർത്ത് വായിച്ചാൽ തന്നെ ഏകദേശം 24,000 കോടി രൂപ കടമെടുത്ത് നിൽക്കുന്നു. ഇവർ എടുക്കുന്ന വായ്പകളുടെ മുതലും പലിശയും തിരിച്ചടയ്ക്കാനുള്ള ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിന് മാത്രം. ഈ ഘട്ടത്തിലാണ് ഇത് സർക്കാരിൻ്റെ ബാധ്യതയാണ് എന്നുള്ളത് പറയേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയായി മാറുന്നത്. കിഫ്ബി എടുക്കുന്ന വായ്പകൾ സംസ്ഥാന സർക്കാരിൻ്റെ നേരിട്ടുള്ള വായ്പകളായതുകൊണ്ട് തന്നെ അവ സംസ്ഥാനത്തിൻ്റെ ബജറ്റിന് പുറത്തുള്ള വായ്പകളായിട്ടാണ് വിലയിരുത്തിയത്. സംസ്ഥാന സർക്കാർ പെട്രോളിയം സെസ്സും 50% മോട്ടോർ വാഹന നികുതിയും കിഫ്ബിയുടെ തിരിച്ചടവിന് വേണ്ടി മാത്രം മാറ്റിവെക്കുകയാണ്. ഇത് രണ്ടും ജനങ്ങളെ പിഴിഞ്ഞു തന്നെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പെട്രോളിയം സെസ് എന്ന് പറയുമ്പോൾ സാധാരണ ജനങ്ങളിലൂടെ കിട്ടുന്ന നികുതി പണം, അടുത്തത് മോട്ടോർ വാഹന നികുതി എന്ന് പറയുമ്പോൾ പല രീതിയിലായി ക്യാമറ ഉൾപ്പെടെയുള്ള നീക്കങ്ങളിലൂടെ MVD പല രീതിയിലുള്ള പിഴത്തുക ചുമത്തുന്നുണ്ട്. ഇതൊക്കെ തന്നെ ജനങ്ങളിൽ നിന്നും പിഴിഞ്ഞു തന്നെയാണ് ഈ നീക്കങ്ങൾ നടത്തുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ളതാണ്. കൂടാതെ വിവിധ സ്രോതസ്സുകളിൽ നിന്നായി കിഫ്ബി 7,762.78 കോടി രൂപയുടെ വായ്പ എടുത്തു എന്ന് റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വരുമാനം ഉറപ്പിക്കുന്ന പദ്ധതികൾക്ക് കിഫ്ബി ഒന്ന് തുടക്കമിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതുവരെയും പൂർത്തീകരിച്ചിട്ടില്ല, മുന്നോട്ട് നീങ്ങുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ കൂടി സഹായത്തിലാണ് ഇപ്പോഴും പല വായ്പകളും തിരിച്ചടച്ച് മുന്നോട്ട് പോകുന്നത്. മികച്ച പ്രൊഫഷണലിസം, ഗുണനിലവാരം ഇതൊക്കെ തന്നെയാണ് ഈ പദ്ധതികൾ പൂർത്തിയാക്കുന്ന കിഫ്ബിയുടെ കെൽപ്പ്. അങ്ങനെയുള്ള വലിയൊരു ഏജൻസിയായി തന്നെയാണ് കിഫ്ബിയെ സംസ്ഥാന സർക്കാർ വിലയിരുത്തുന്നത്. എന്നാൽ ഒരു ചോദ്യം മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത്. അങ്ങനെയുള്ള ഒരു നിലവാരത്തിലേക്ക് പൊതുമരാമത്ത് വകുപ്പിനെയോ അല്ലെങ്കിൽ മറ്റ് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളുകളെയോ ഒന്നും തന്നെ കൊണ്ടുവരാൻ ഇതുവരെയും നമ്മുടെ സംസ്ഥാന സർക്കാർ ശ്രമിച്ചില്ല എന്നുള്ളത് വലിയൊരു പിഴവ് തന്നെയാണ്. എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതും ഏവർക്കും അറിയാവുന്നതാണ്. ഏറ്റെടുത്ത പദ്ധതികൾ പൂർത്തീകരിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് കിഫ്ബിക്ക് മുന്നിലുള്ളത്. അത് സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കാനുള്ള നീക്കവും നടത്തുന്നുണ്ട്. എന്നാൽ സർക്കാർ പദ്ധതികളിൽ കാണിക്കുന്ന അലംഭാവം, ഇങ്ങനെയുള്ള വെച്ച് താമസിപ്പിക്കൽ, ഇതിനൊക്കെ എന്തുകൊണ്ട് പരിഹാരം കാണുന്നില്ല?
യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇതുകൂടി പരിഗണിച്ചുകൂടെ എന്നുള്ളൊരു ചോദ്യം സാധാരണ ജനങ്ങൾ പോലും ഈ ഘട്ടത്തിൽ ഉയർത്തുകയാണ്. അത് എന്ത് താല്പര്യപ്രകാരമാണ് എന്നുള്ളത് കൂടി സർക്കാർ വ്യക്തമാക്കിയാൽ കുറച്ചുകൂടി മനസ്സിലാകും. സംസ്ഥാന സർക്കാരിന് കിഫ്ബിയുടെ കടമെടുക്കൽ ബാധ്യതകളുമായി ബന്ധപ്പെട്ട് ബാധ്യതയില്ലെന്ന് സർക്കാർ വാദം അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ സ്വീകാര്യമല്ല. CAG കാര്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. സാമ്പത്തിക ഉത്തരവാദിത്ത നിയമത്തിലെ ലക്ഷണങ്ങളൊന്നും തന്നെ നമ്മുടെ സർക്കാരിന് കൈവരിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും പരിശോധിക്കേണ്ട മറ്റൊരു വിഷയമാണ്. മൊത്തം കടത്തിൻ്റെ GDP-യുമായിട്ടുള്ള ശതമാനമെന്ന് പറയുന്നത് അത് കൂടിയിരിക്കുകയാണ്. GST നഷ്ടപരിഹാരത്തിന് കിട്ടിയ ബാക്ക് ടു ബാക്ക് ലോൺ കടമായി പരിഗണിച്ചിട്ടില്ല. 2017-2018 കാലഘട്ടത്തിലെ 55.96% നികുതി വരുമാനം വന്നത് 2021-22 കാലഘട്ടമായപ്പോൾ 50% കുറഞ്ഞിട്ടുണ്ട്. ഇതിന് കാരണം കോവിഡ് മഹാമാരിയാണെന്നും അപ്പോഴുണ്ടായ ശോചനീയമായ നികുതി പിരിവായിരുന്നുവെന്നും പറയുന്നുണ്ട്. റവന്യൂ വരുമാനത്തിൻ്റെ 19.98%, അതായത് 20% പലിശയ്ക്ക് വേണ്ടി മാത്രം നീക്കിവെക്കേണ്ടി വന്നു. 1995 മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പ്രദേശങ്ങളിലെ ഭൂമി പതിച്ച് നൽകൽ ചട്ടങ്ങളിൽ പരാമർശിക്കാത്തതിനാൽ തന്നെ പരിധിയില്ലാതെ സർക്കാർ ഭൂമി പതിച്ചു നൽകുന്നതിനിടയാക്കിയിട്ടുണ്ടെന്നും ഗുരുതരമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതൊക്കെ സർക്കാർ തന്നെ തിരുത്തേണ്ട പിഴവ് തന്നെയാണ്. അർഹതയില്ലാത്തവർക്ക് പോലും ഇങ്ങനെ ഭൂമി ലഭിക്കുകയുണ്ടായിരുന്നു. വിപണി വില ഈടാക്കാതെ വിവിധ ഏജൻസികൾക്ക് ഇങ്ങനെ പതിച്ചു നൽകി. അങ്ങനെ ഭൂമി വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചുവെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. കേന്ദ്രത്തിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന മൊത്തം വിഭവത്തിൻ്റെ 70% കേന്ദ്ര പദ്ധതികളുടെ നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ളതാണെന്നും ഇതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ്. വികസനത്തിന് വേണ്ടി പണം കണ്ടെത്താൻ കഴിയാത്തതും ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെൻറ്റ് ആക്ടിനെ അതിൻ്റെ നിബന്ധനകളെയും എത്തിച്ചേർത്ത് നിർത്തുന്ന ഒരു വിഷയം തന്നെയാണ്. കൂടിക്കൂടി വരുന്ന ഓഫ് ബജറ്റ് ബാധ്യതകളിലാണ് ഇതൊക്കെ തന്നെ ഉൾപ്പെടുന്നത്. ഇനി കിഫ്ബി അതുപോലെ തന്നെ KSSPL എന്നീ കമ്പനികൾ യഥാക്രമം ഇൻഫ്രാസ്ട്രക്ചർ, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്നീ കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ പണം കണ്ടെത്തേണ്ടി വന്നു. ആ നിക്ഷേപങ്ങൾ വിനിയോഗിക്കേണ്ടി വന്നു. ഇവയിലൂടെ ഉണ്ടാകുന്ന വലിയ സർക്കാരിന് ഉണ്ടാകുന്ന ബാധ്യതകൾ, ഓഫ് ബജറ്റ് ബാധ്യതകൾ സർക്കാർ ബാധ്യതയായി തന്നെ പരിഗണിക്കണമെന്ന് CAG ശക്തമായി തന്നെ വാദം ഉന്നയിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ മാർക്കറ്റ് കടമെടുക്കൽ പരിധി കണക്കാക്കുന്നതിൽ അത് ഉൾപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞു. ഇതിലാണ് സർക്കാർ ഇപ്പോൾ പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കടങ്ങൾ വിപണി വായ്പയുടെ 3% പരിധിയിൽ കണക്കാക്കിയതിനാൽ സംസ്ഥാന സർക്കാരിൻ്റെ കടമെടുപ്പ് പരിധി കുറഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. ഇതിനെതിരെയാണ് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതോടെ പ്രതിസന്ധിയാകട്ടെ കൂടുതൽ വഷളാകുന്നു. കടമെടുത്ത് നിലവിലത്തെ അവസ്ഥ പരിഹരിച്ച് മുന്നോട്ട് പോകാമെന്നാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു കൊണ്ടിരുന്നത്. അല്ലാതെ നിലവിലുള്ള നികുതി വരുമാനമോ മറ്റ് വരുമാന സ്രോതസ്സുകളെ പരിപോഷിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു പ്രവർത്തനങ്ങളും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ശോചനീയ അവസ്ഥയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശകരമായിരുന്നു ആ കാലയളവിൽ. 2024-25 ബജറ്റ് നിർദ്ദേശങ്ങൾ കൂടി സൂക്ഷ്മമായി പരിശോധിച്ച് വേണം അത് എത്രത്തോളം സന്തുലിതാവസ്ഥ നിലനിർത്തും എന്നുള്ളത് വിലയിരുത്തി വേണം മുന്നോട്ട് കടക്കേണ്ടത്. ഇല്ലെങ്കിൽ വലിയൊരു കുഴിയിലേക്ക് തന്നെ ആയിരിക്കും കേരളം കാലെടുത്ത് വയ്ക്കുന്നത്. സർക്കാരിനെ പഴി പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യവുമില്ല. സർക്കാരുകൾ മാറി മാറി വരും, പക്ഷേ ഈ കടം മുഴുവൻ പൊതുജനങ്ങളുടെ തലയിൽ തന്നെ ആയിരിക്കും. കേരളത്തിലെ വർദ്ധിച്ചു വരുന്ന കടബാധ്യത കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക അവഗണനയാണെന്ന് പൂർണ്ണമായി പറയാൻ കഴിയില്ല. എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ ഇത്രയധികം കടമെടുക്കുന്നത് അനുവദിക്കാൻ കഴിയുക? അങ്ങനെ കടമെടുത്ത് കൂടുതൽ ബാധ്യതയിലേക്ക് പോകുമ്പോൾ അത് കേന്ദ്രത്തിൻ്റെ കടം കൂടിയാവുകയാണ്. സാധാരണഗതിയിൽ വലിയൊരു ഏജൻസിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഇന്ത്യക്ക് പുറത്തു നിന്നും കടമെടുക്കുകയാണെങ്കിൽ അത് ഇന്ത്യയുടെ കടമായി തന്നെയാണ് പരിഗണിക്കേണ്ടത്, കണക്കാക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് അനുവദിക്കാനായി കേന്ദ്ര സർക്കാരിനും സാധിക്കില്ല എന്നുള്ളത് വസ്തുതയാണ്. പരമാധികാരമുള്ള ഒരു സർക്കാർ ആയതുകൊണ്ട് തന്നെ കടം വാങ്ങുന്നത് ഒരു വലിയ പ്രശ്നമല്ല. പക്ഷേ സർക്കാർ നിക്ഷേപത്തിനായി കടമെടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ കടം വാങ്ങുന്ന കടം നിക്ഷേപിക്കുക, ചരക്കു സേവന ഉൽപ്പാദനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുക, വലിയ തോതിൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കിയെടുക്കാനായി ശ്രമിക്കുക. ഇതൊക്കെയാണ് പോംവഴിയുള്ളത്. ഇത് ശ്രമിക്കാതെ കടമെടുത്ത് ആ കടം വീട്ടാൻ മറ്റൊരു കടമെടുത്ത് മുന്നോട്ട് പോകുന്നൊരു ഗതി അത് അധോഗതി തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സംസ്ഥാന സർക്കാർ നിലവിൽ പോകുന്നത് ഈ വഴിയാണ്. ഇതൊരു പെരുവഴിയാകാതിരുന്നാൽ ഭാഗ്യമെന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയേണ്ടതുള്ളൂ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.